കഴിഞ്ഞ ഒരു വർഷത്തിന് മുകളിലായിട്ട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് ഈ മാനേജ്മെന്റിന് ഇത്ര പ്രത്യേകത? കേസ് കൊടുങ്ങിയ ഒരു കമ്പനിക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വാദിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ കാത്തിരിക്കുന്നത് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്? അതിനൊരു വാചകത്തിലൂടെ മാത്രമാണ് ഇന്ന് വരെ ഉത്തരം പറഞ്ഞത്. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു ദൈവത്തെ വിളിക്കുന്ന മനുഷ്യന് ദൈവം നൽകുന്ന നിധിയാണ് ഓരോ അവസരവും. അങ്ങനെ ഒരു അവസരം നൽകിയ ഒരു കമ്പനി, ഒരു മാനേജ്മെന്റാണ് ഈ ഹൈറിച്ചിൻ്റെത്. നിയമപരമായിട്ടുള്ള പല ആവശ്യങ്ങളും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ നിയമത്തിന്റെ സഹായം വേണ്ടിയിട്ട് ഇവിടെയുള്ള ഭരിക്കുന്നവരുടെ മുന്നിൽ ചെന്നപ്പോൾ ഒരു പരിഗണനയും ഇവിടെ ഉണ്ടായിട്ടില്ല. അതൊരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം അത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ടിറങ്ങിയപ്പോൾ എവിടെയും പരിഗണിക്കപ്പെട്ടിട്ടില്ല, ഒരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ടായിട്ടില്ല. പക്ഷെ ഒന്നും ചോദിക്കാതെ, ഒന്നും ആവശ്യപ്പെടാതെ നമ്മളെയൊക്കെ പല ആവശ്യങ്ങളും ഇതിലൂടെ നിറവേറ്റാനും അത് പരിഹരിക്കപ്പെടാനും ഈ ഒരു കമ്പനിയും ഈ ഒരു മാനേജ്മെന്റും കാരണമായി എന്നുള്ള ഒരൊറ്റ കാരണമാണ് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടും ഇതിനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല ചാനലുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നാണ് നിക്ഷേപ തട്ടിപ്പ്, മണി ചെയിൻ, ഹവാല, GST അടക്കാത്ത ഒരു കമ്പനി. ഇപ്പം എനിക്കൊരു ഇതിലൊക്കെ വരുന്നതിന് മുന്നേ ചില ആളുകൾ ചോദിക്കുന്നതാണ്, വേറെ എന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചൂടെ, അല്ലെങ്കിൽ നെറ്റ്വർക്ക് എന്തോ പാവമാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരം. ഇപ്പം ഞാനൊരു വർക്ക്ഷോപ്പ് മേഖലയിലാണ് പണിയെടുത്തത്. അവിടെ ഒരു നല്ലൊരു എമൗണ്ട് ആ ഒരു മേഖലയിൽ പണിയെടുക്കുമ്പോൾ അതിനുവേണ്ടി ഇറക്കി. അവിടെ അതിൻ്റെ ലൈസൻസ് ഗവൺമെൻറ് ഒതുക്കി തന്നിട്ടില്ല. ഒരു മാസം കൊണ്ട് അത് പൂട്ടി അനധികൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ പുറകെ കുറേ കയറി ഇറങ്ങി പല ഓഫീസിലും നടന്നു. അങ്ങനെ അതൊരു 1.5 കൊല്ലം അതിൻ്റെ പുറകെ അങ്ങ് പോയി. ഒരു മാസം കൊണ്ട് ഒരു ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പൂട്ടാൻ ഇവിടെ നിയമം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവിടെ 7 കൊല്ലം ഒരു കമ്പനിക്ക് പ്രവർത്തിക്കാൻ പറ്റിയത്? ഓരോ കൊല്ലവും ഇതിൻ്റെ വെരിഫിക്കേഷൻ നടത്തേണ്ട ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് ഉറങ്ങിപ്പോയി? 16 തുടങ്ങിയ കമ്പനിയുടെ ലൈസൻസ് 17 പുതുക്കണമെങ്കിൽ ഈ കമ്പനി ഇല്ലീഗലല്ല, ലീഗലാണെന്ന് ബോധ്യം ഉദ്യോഗസ്ഥർക്ക് വേണ്ടായിരുന്നോ? 18 വേണ്ടായിരുന്നോ? 19 വേണ്ടായിരുന്നോ? 20, 22, 23 വേണ്ടായിരുന്നോ? 22, 23 കാലഘട്ടത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ ലോൺ എടുത്തിട്ട് ഇതിൽ പൈസ ഇട്ടടിച്ചിട്ടുള്ളത്. അത് അവരുടെ വിശ്വാസമാണ്. മുടങ്ങാതെ കിട്ടുന്നു, നമ്മൾ കാര്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നു, പല അസുഖങ്ങളും ഉള്ളവർക്ക് അത് ഉപകാരമാവുന്നു. ഈ ഒരു വർക്ക്ഷോപ്പിൻ്റെ എല്ലാം കേസിൽ നമ്മൾ കയറി ഇറങ്ങാത്ത ഒരു സ്ഥലമില്ല. പരാതി ഇന്ന് എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. അത് കഴിഞ്ഞു. രണ്ടാമത് അതൊക്കെ ഒന്ന് ലെവലായി വരുമ്പോഴാണ്, ഒന്ന് തലവൊക്കി വരുമ്പോഴാണ് അടുത്തത് കൊറോണ. അതിന് മുന്നേ ഒരു മൈലേഷ്യൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തു. 2 വർഷം കൊണ്ട് ഏകദേശം 2.5 ലക്ഷം രൂപ ലോസ്. അത് പരിഹരിക്കാൻ ഒരു മാർഗം തേടി ഇരുന്നപ്പോഴാണ് ഹൈറിച്ച് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളെ കയ്യിൽ കിട്ടുന്നത്. അത് കിട്ടുമ്പോഴത്തേക്ക് കോവിഡ്. അങ്ങനെ ഒരു 1.5 കൊല്ലം പിന്നെയും പോയി. അങ്ങനെ എല്ലാം കൊണ്ടും നട്ടം തിരിഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഹൈറിച്ചിനൊന്ന് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കാൻ ഉള്ളൊരു പ്രധാന കാരണം. അപ്പോൾ ഇതൊക്കെ പറഞ്ഞത്, എങ്ങനെയാണ് ഒരാൾ ഇതിലേക്ക് എത്തിപ്പെട്ടത്, നമ്മളെങ്ങനെ സീരിയസ് ആയത്, എന്തുകൊണ്ടാണ് ഹൈറിച്ചിന് ഇത്രയധികം ഒരു പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വന്നത്? അപ്പോൾ 2020 ഹൈഡി അടിച്ചു. ആ 2020 തൊട്ടിട്ട് 2023 വരെയുള്ള പ്രവർത്തന കാലം ഹൈറിച്ചിൻ്റെ 22-23 ടൈമിൽ ഹൈറിച്ചിനെ പരിചയപ്പെട്ടവർക്ക് അതിൻ്റെ ഒരു വിജയത്തിലേക്കുള്ള പാത അല്ലെങ്കിൽ അതിൻ്റെ യാത്രകൾ മാത്രമേ അറിയുന്നുള്ളൂ. നമ്മൾ ഈ 20 ഐഡി അടിച്ചപ്പോൾ ഹൈറിച്ച് ഉണരുന്നതും നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. രാത്രി ഇവിടുന്ന് ലോഡ് എടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ പിറ്റേന്ന് രാത്രിയാണ് ഇങ്ങോട്ട് തിരിച്ചെത്തുന്നത്. 2020 ഐഡി അടിച്ചവർക്ക് ആരെങ്കിലും നമ്മളെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്കറിയാം, അന്ന് 12,000 രൂപയായിരുന്നു നമുക്ക് ഐഡി അടിക്കാൻ ആവശ്യം. അതെന്തുകൊണ്ടാണ് 10,000 രൂപയായത്? നെറ്റ്വർക്ക് ബിസിനസ്സിൽ ആളുകൾ ഒന്നിൽ കൂടുതൽ അവസരങ്ങളുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ഐഡി അടിക്കും. അത് സാധ്യതകളുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താറുണ്ട്. ഒന്നും കൂടുതൽ സൈറ്റുകളിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. അപ്പോൾ ആവശ്യമില്ലാത്ത പ്രോഡക്റ്റുകൾ നമുക്ക് വലിയ പ്രാധാന്യം, നമ്മൾ ഏത് നെറ്റ്വർക്കിലായാലും ആളുകൾ ഐഡി അടിക്കുന്നത് അതിൻ്റെ അകത്തുള്ള പ്രോഡക്റ്റ് വാങ്ങേണ്ടിയിട്ടല്ല. പ്രോഡക്റ്റ് അല്ലെങ്കിലും വാങ്ങാം, പക്ഷേ ഐഡി ആക്ടിവേഷൻ ആക്കുന്നതിൻ്റെ ഒരൊറ്റ ഉദ്ദേശം അതിലൂടെ വരുമാനം ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തിലാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത കുറേ പ്രോഡക്റ്റുകൾ വാങ്ങിയതിൻ്റെ പേരിൽ ഒരു സാമ്പത്തിക നഷ്ടം വന്നു എന്ന് ഇവിടെ ഹൈറിച്ചുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് തോന്നാൻ ഇടവരണ്ട. അന്നൊരു 12,000 രൂപക്ക് ചായപ്പൊടി അങ്ങനെയുള്ള ഒരു കിറ്റായിരുന്നു അവിടെ കൊടുത്തുകൊണ്ടിരുന്നത്. അതിലേക്കാണ് പ്രധാന സാർ ഒരു ഡിജിറ്റൽ റെഡ്യൂം കാർഡ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് നമുക്ക് സൈറ്റിലേക്ക് തന്നത്. 10,000 രൂപയാണ് അതിന് ചാർജ്. ആ 10,000 രൂപ അടിക്കുമ്പോൾ നമുക്ക് ആ റെഡ്യൂം കാർഡ് സ്പോട്ട് കിട്ടുന്നതുകൊണ്ട് ഇനി എപ്പോൾ പ്രോഡക്റ്റ് കിട്ടും എന്നുള്ള നമ്മൾ ഇപ്പം ചായപ്പൊടി ഓർഡർ ചെയ്താൽ അത് ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഈ റെഡ്യൂം കാർഡ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് അടിച്ച് അത് തൊട്ടടുത്ത നിമിഷം തന്നെ അത് നമ്മളെ ബാലറ്റിലേക്ക് കാണും. അപ്പോൾ എത്രയും പെട്ടെന്ന്, ഇന്ന് കാലഘട്ടം മാറി, എത്രയും പെട്ടെന്ന് ഒരു
കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ആളുകൾക്ക് അത് സൗകര്യമാണ്. അതൊരു ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് പ്രധാന സാർ അതിലേക്ക് ഡിജിറ്റൽ റെഡീം കാർഡ് എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് നമ്മുടെ ബാലറ്റിലേക്ക് തന്നത്. ശരിക്കും നമ്മുടെ MD 12,000 രൂപ വാങ്ങി അതിൽ 1,800 രൂപയോളം ടാക്സ് കൊടുത്ത് 10,000 രൂപ നമുക്ക് ബാലറ്റ് തന്നാൽ മതിയായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ചെയ്തില്ല? ഈ റെഡീം കാർഡ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് GST ഉൾപ്പെട്ടിട്ടില്ല. GST ഉൾപ്പെടുന്ന പ്രോഡക്റ്റ് അല്ല. പർച്ചേസ് കൺസൈൻമെന്റ് അഡ്വാൻസ് മുഖാന്തരം പോയതായതുകൊണ്ട് അതൊരു മുൻകൂട്ടി ഒരു കാര്യം ചെയ്യാൻ വേണ്ടി കൊടുത്ത ഒരു എമൗണ്ട് ആണ്. അത് ഉപയോഗപ്പെട്ടില്ല. നമ്മളിപ്പം സാധാരണ രീതി നോക്കുകയാണെങ്കിൽ ഒരു നാട്ടിൻ പുറത്ത് ഒരു ബസ് എല്ലാവരും കൂടി ഇറക്കുന്നു, ഒരു 50 ലക്ഷം രൂപ പിരിച്ചു. ഈ 50 ലക്ഷം രൂപ കാര്യം കൊണ്ടുപോയി ടാക്സ് അടക്കത്തില്ലല്ലോ. അതൊരു ബസ്സായിട്ട് പുറത്തിറങ്ങുമ്പോൾ അപ്പോൾ അതിന് ഓൾറെഡി ടാക്സ് അടയും. അങ്ങനെ ഒരു എവിടെയും ഉപയോഗപ്പെടുത്താത്ത ഒരു പൈസയായിട്ടാണ് ഈ പർച്ചേസ് കൺസൈൻമെന്റ് അഡ്വാൻസ് എന്ന് പറയുന്ന ഒരു തുക അങ്ങോട്ട് കമ്പനിയിലേക്ക് പോയത്. അവിടെ നിന്ന് ആ ഒരു എമൗണ്ടിന് നമുക്ക് ഒരു റെഡീം കാർഡ്, ഡിജിറ്റൽ റെഡീം കാർഡ് മാനേജ്മെന്റ് നമ്മളെ ബാലറ്റിലേക്ക് ലോഡ് ചെയ്ത് തന്നു. ഇത് നമ്മളിവിടെയുള്ള സ്ഥാപനങ്ങൾ, ഹയർ എഡ്യൂക്കേഷൻ ടൈപ്പ് ചെയ്ത സ്ഥാപനങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിന് റെഡീം ചെയ്യാനുള്ള ഒരവസരം കമ്പനിയുടെ പ്ലാൻ അനുസരിച്ച് അതിൽ തന്നിട്ടുണ്ട്. ഞാൻ ഐഡിയ അടിക്കുമ്പോൾ എനിക്ക് 2020 ഐഡിയ അടിച്ചപ്പോൾ അന്ന് ആഴ്ചക്ക് നമുക്ക് വരുന്നത് 87, 85, 86, 87 എന്ന് വെച്ചാൽ 100 രൂപക്ക് താഴെ. അതൊരു 2-2.5 വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 86 നിന്ന് ഒരു 100 രൂപയായി. ആ 100 രൂപയെന്ന് ചെറിയൊരു വർധന 118 രൂപയൊക്കെ പോയി. 100 രൂപ കുറയുന്നില്ല എന്നുള്ള ഒരു വിശ്വാസം ഒരു 2.5 വർഷം കൊണ്ടുണ്ടായതിനു ശേഷം ലോൺ എടുത്ത് കൂടുതൽ ID ഇതിലേക്ക് അടിച്ചു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആ ഡിജിറ്റലിലേക്ക് ഇത്രയും അധികം ഒരു മാറ്റം ഉണ്ടാകാനുള്ള കാരണം. ഈ ഡിജിറ്റൽ റെഡീം കാർഡിന്റെ വിൽപ്പനയിലൂടെ കമ്പനി എന്താണ് നേടിയത്? ഈ ഒരു കമ്പനിക്ക് കസ്റ്റമർ വേണമായിരുന്നു, പ്രൊമോട്ടേഴ്സ് വേണമായിരുന്നു, പ്രോജക്റ്റുകൾ ഈ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സിലേക്കും കൊടുക്കാൻ പ്രോജക്റ്റുകൾ വേണമായിരുന്നു. അപ്പോൾ 10,000 രൂപ അങ്ങോട്ട് കമ്പനിയിലേക്ക് കിട്ടിയപ്പോൾ എൻ്റെ ഏകദേശം ഒരു ചെറിയൊരു അറിവാണ്. കമ്പനി ഏകദേശം ഒരു 4,000 രൂപ, അതിങ്ങനെ ഒരു കാൽക്കുലേഷൻ നോക്കിയാൽ മതി. ഒരു 4,000 രൂപ ചിലവുണ്ടാവുമെന്ന് വിചാരിച്ചോളൂ എല്ലാവരും. റെഫർ കമ്മീഷൻ കൊടുക്കണം, ബൈനറി കൊടുക്കണം, റാങ്ക് റോയൽറ്റി കാര്യങ്ങളെല്ലാം കൊടുക്കണം. പക്ഷെ ഇത് കൊടുക്കുന്നതിലൂടെ കമ്പനി എന്താണ് അവിടെ ചെയ്തത്? കമ്പനി അവിടെ ഇന്നൊരു പ്രശ്നം വന്നപ്പോൾ കൂടെ നിൽക്കാൻ, ഈ കമ്പനി തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ലെവലിൽ കഴിഞ്ഞ ഒരു കൊല്ലമായി കാത്തിരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു കൂട്ടം ആളുകളെ സൃഷ്ടിച്ചെടുക്കാൻ കമ്പനിക്ക് പറ്റി. ഈ കൂട്ടം ആളുകളിലേക്കാണ് പുതിയ പ്രോജക്റ്റുകൾ ഇറങ്ങേണ്ടിയിരുന്നത്. ഈ കൂട്ടം ആളുകളിലേക്കാണ് 10,000-ന് 30,000 രൂപ തരാമെന്ന് കമ്പനി പറഞ്ഞത്. ഈ പ്രോജക്റ്റുകളിലേക്ക് കൂടിയാണ് അത് കിട്ടേണ്ടത്. കൂടുതൽ വരുമാന സാധ്യത അല്ല ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ആ പ്രോജക്റ്റ് ഒന്ന് നിന്നുപോയി എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ ആർക്കും കംപ്ലൈൻറ്റ് ചെയ്യാം. കമ്പനി പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ രീതിയിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു ജെന്യുവൻ കംപ്ലൈൻ്റ് ആണ്. പക്ഷെ കയ്യും കാലും കൂട്ടിക്കെട്ടി ഓടടാന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഓടാൻ പറ്റുമോ? ഇതിൻ്റെ പുറകിലുള്ള അജണ്ടയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 10,000 രൂപ അങ്ങോട്ട് പോയി. ആ 10,000 രൂപക്ക് കമ്പനി നല്ലൊരു മാർക്കറ്റിംഗ് സൃഷ്ടിക്കാൻ വേണ്ടി ഒരു 4,000 രൂപ ചിലവാക്കി. നമ്മൾ എന്തിനാണ് പൈസ കൊടുത്തത്? ഒരു കമ്പനിയെ വിശ്വസിച്ചിട്ട് ആ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം തന്നെയല്ലേ നല്ലൊരു മാർക്കറ്റിംഗ് ഒരു വിഭാഗം ഉണ്ടാകുക എന്നുള്ളത്. 4,000 രൂപ ചിലവാക്കി കമ്പനി അത് ഭംഗിയായി ചെയ്തു. അത് ഈ പ്രശ്നം വരുമ്പോൾ ആളുകൾ ചിന്തിക്കുക, കമ്പനി ചെയ്തതിന് റിസൾട്ട് ഉണ്ടായിട്ടില്ലേ? ബാക്കി 6,000 രൂപ അങ്ങനെ ഐഡികളിൽ നിന്ന് നീക്കി വെക്കപ്പെടുന്ന പൈസ ഒരു പ്രോജക്റ്റിന് തുടങ്ങാൻ ആവശ്യമായ ഫണ്ടായി മാറുമ്പോൾ അതൊരു പ്രോജക്റ്റിലേക്ക് ഇറങ്ങും. ഇതിനല്ലേ നമ്മൾ പൈസ കൊടുത്തത്? അതിൻ്റെ അകത്തുള്ള റിട്ടേൺ അല്ലേ നമുക്ക് കിട്ടേണ്ടത്? ഇന്ന് പല ലീഡേഴ്സും ഫോൺ വിളിച്ചെടുക്കുന്നില്ല. ഈ ഫോൺ വിളിച്ചെടുക്കാത്തവന്മാരാണ് ഇതിനെ 10-ന് 30 എന്ന് പറയുന്ന മത്തിക്കച്ചവടാക്കി മാറ്റിയത്. അവർക്ക് ഈ ഹൈറിച്ചിൻ്റെ പ്രോജക്റ്റുകളെ പറ്റി തർജ്ജമ ചെയ്യാനോ വിശദീകരിക്കാനോ അവർക്ക് താല്പര്യമില്ല. 10-ന് 30, 10-ന് 30, 10-ന് 30 എന്ന് പറയുന്ന ഒരു മത്തിക്കച്ചവടം പോലെയാണ് ഇതിനെ കൈകാര്യം ചെയ്തത്. അപ്പോൾ ഹൈറിച്ചിൻ്റെ ചെറിയൊരു കാര്യമാണ് പറഞ്ഞത്, ഹൈറിച്ച് എന്തായിരുന്നു എന്നുള്ളതിൻ്റെ.